ഷുഗറുള്ളവർക്ക് അഥവാ പ്രമേഹമുള്ളവർക്ക് പീനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി കഴിക്കാമോ? സാധാരണ ഷുഗറുള്ളവർ കൊളസ്ട്രോൾ വരും, അല്ലെങ്കിൽ കപ്പലണ്ടി കഴിച്ചാൽ ഷുഗർ കൂടും, ഹാർട്ട് ഡിസീസ് വരും, കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ പറഞ്ഞ് കപ്പലണ്ടി ഒഴിവാക്കാറാണ് പതിവ്. കപ്പലണ്ടി കഴിച്ചാൽ പ്രമേഹമുള്ളവരുടെ ബ്ലഡ് ഷുഗർ കൂടുമോ? കപ്പലണ്ടി കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഷുഗറുള്ളവർ കപ്പലണ്ടി എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, കഴിക്കേണ്ട ശരിയായ രീതി എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഇത് നട്ട്സ് വിഭാഗത്തിൽ പെട്ടതാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നട്ട്സ്. ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, വാൽനട്ട്സ് എന്നിവയെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതെല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ നട്ട്സുകൾക്കൊക്കെ വളരെ വില കൂടുതലാണ്. സാധാരണക്കാർക്ക് ഈ നട്ട്സുകളെല്ലാം വാങ്ങിക്കഴിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ നട്ട്സ് വിഭാഗത്തിൽപ്പെട്ട കപ്പലണ്ടിക്ക് വളരെ വില കുറവാണ്. മറ്റുള്ള നട്ട്സ് കഴിക്കുന്ന അതേ ഗുണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് കപ്പലണ്ടി കഴിക്കുന്നത് മൂലം ലഭിക്കുകയും ചെയ്യും. കപ്പലണ്ടി സാധാരണക്കാർക്കും വാങ്ങിക്കഴിക്കാം. എളുപ്പത്തിൽ കപ്പലണ്ടി അഥവാ നിലക്കടല നമുക്ക് ലഭിക്കും. വളരെ ചീപ്പായാണ് കപ്പലണ്ടി നമുക്ക് ലഭിക്കുന്നത്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ B1, വൈറ്റമിൻ B3, B9 എന്നിവയും മഗ്നീഷ്യം, ഫോസ്ഫറസ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളും കപ്പലണ്ടിയിൽ അടങ്ങിയിരിക്കുന്നു. സാധാരണ മറ്റുള്ള കൊഴുപ്പുകൾ കഴിക്കുമ്പോൾ അത് ഹൃദ്രോഗത്തിന് കാരണമാകും. പക്ഷേ കപ്പലണ്ടി കഴിക്കുന്നത് മൂലം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രമേഹമുള്ളവർ ഷുഗർ കൂടാതിരിക്കാൻ ഗ്ലൈസീമിക് സൂചിക കുറവുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അതുപോലെ ഗ്ലൈസീമിക് സൂചിക കുറവുള്ള നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് കപ്പലണ്ടി. ഇത് ബ്ലഡ് ഷുഗർ, ഗ്ലൂക്കോസ് ലെവൽ സ്റ്റേബിൾ ചെയ്യാൻ സഹായിക്കും. ഇതുകൂടാതെ പ്രമേഹമുള്ളവർക്ക് പൊതുവെ വിശപ്പ് കൂടുതലായിരിക്കും. വിശക്കുന്ന സമയത്ത് മറ്റുള്ള ബേക്കറി ഐറ്റംസ്, സ്നാക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൈഡ് ഫുഡ്സോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരമായോ നിങ്ങൾക്ക് കപ്പലണ്ടി കഴിക്കാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ കപ്പലണ്ടിയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശപ്പും മാറും, ബ്ലഡ് ഷുഗറും സ്റ്റേബിളായി തന്നെ നിൽക്കും. അതുകൊണ്ട് ഇടനേരങ്ങളിൽ വിശക്കുന്ന സമയത്ത് സ്നാക്സിൻ്റെ രൂപത്തിൽ ഷുഗറുള്ള കപ്പലണ്ടി കഴിക്കാവുന്നതാണ്. കപ്പലണ്ടിയിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്. ഇത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ കഴിക്കുന്നത് മൂലം വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. കാരണം പ്രോട്ടീൻ ദഹിക്കാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് വിശപ്പ് കുറയുന്നത്. കൂടാതെ നല്ല ഫൈബറും പീനട്ടിൽ കാണപ്പെടുന്നു. ഈ പ്രോട്ടീനും ഫൈബറും ഡൈജസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് കൂടുതൽ നേരത്തേക്ക് വയർ നിറഞ്ഞ നല്ലൊരു ഫീലിംഗ് തോന്നുകയും അതോടൊപ്പം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മറ്റു കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ ഇത് സഹായിക്കുകയും ബ്ലഡ് ഷുഗർ കൂടുന്നത് തടയുന്നതിനും വെയിറ്റ് കുറയ്ക്കുന്നതിനും കപ്പലണ്ടി കഴിക്കുന്നതിലൂടെ സാധിക്കും. ഇതുമാത്രമല്ല, കപ്പലണ്ടിയിലുള്ള ഫൈബർ കണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് ദഹനവും ആഗിരണവും മന്ദഗതിയിലാക്കി ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സഹായിക്കും. കൂടാതെ ഇൻസുലിൻ ഫംഗ്ഷൻ ശരിയായി നടക്കുന്നതിനും ഗ്ലൂക്കോസ് മെറ്റാബോളിസം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഏറ്റവും ആവശ്യമുള്ള ന്യൂട്രിയൻ്റാണ് മഗ്നീഷ്യം. അപ്പോൾ ഈ മഗ്നീഷ്യം അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് കപ്പലണ്ടി. മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് കൃത്യമായി ലഭിക്കുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറയുകയും ചെയ്യും. പ്രമേഹമുള്ളവരിൽ സാധാരണ കണ്ടുവരുന്ന കോമൺ ഇഷ്യൂസ് ആണ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് അവസ്ഥകളും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് പീനട്ട്. കപ്പലണ്ടിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. കൂടാതെ കപ്പലണ്ടിയിൽ ആവശ്യത്തിനുള്ള ഫൈബർ ഉള്ളതുകൊണ്ട് മലബന്ധം, വായുകോപം, ആസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും വളരെ നല്ലതാണ് കപ്പലണ്ടി. കൂടാതെ ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് കപ്പലണ്ടി. അതായത് കപ്പലണ്ടിയിലെ ഹെൽത്തി ഫാറ്റ്സും ഫൈബറും ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുന്നതിനും നല്ല കൊളസ്ട്രോളായ HDLൻ്റെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നു. അങ്ങനെയാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നത്. അപ്പോൾ കപ്പലണ്ടി കഴിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയാണ് പ്രമേഹമുള്ളവർക്കും അല്ലാത്തവർക്കുമൊക്കെ ലഭിക്കുന്നത്. കപ്പലണ്ടി കഴിക്കുന്നത് കൊണ്ട് ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഒന്നും പെട്ടെന്ന് കൂടില്ല. പക്ഷേ ഒരു കാര്യം, കപ്പലണ്ടി മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. കപ്പലണ്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന രീതിയിൽ വേണം കപ്പലണ്ടി കഴിക്കാൻ. കപ്പലണ്ടി നമുക്ക് ഇന്ന് പല രീതികളിലും മാർക്കറ്റിൽ നിന്നും ലഭ്യമാണ്. മസാല കപ്പലണ്ടി ലഭിക്കും, കപ്പലണ്ടി മിഠായി ലഭിക്കും. ഇങ്ങനെയുള്ള മസാല കപ്പലണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി സോൾട്ട് ചേർത്തത്, മധുരം ചേർത്തതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഷുഗറും സാൾട്ടും ഒക്കെ ചേർത്തിട്ടുള്ള കപ്പലണ്ടികൾ പരമാവധി ഒഴിവാക്കുക. അല്ലാത്ത കപ്പലണ്ടി മാത്രം കഴിക്കുക. കപ്പലണ്ടി കഴിക്കുന്നവർ ഒരു പിടി കപ്പലണ്ടി മാത്രമേ കഴിക്കാവൂ. പ്രത്യേകിച്ച് ഷുഗറുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഒരു പിടി മാത്രം കപ്പലണ്ടി കഴിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്